ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിക്കുടുംബം. സെറ ബേബി ഹലോ പറ. സെറ ബേബിന്ന് ഇത്തിരി മൂഡ് ഓഫാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവളെ വെളുപ്പിനെന്ന് വെച്ചാൽ ഇപ്പം 8:45 എന്നാലും ഒരു 7:30 ആയപ്പോളെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ കുത്തിപ്പൊക്കി ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഒരു സർപ്രൈസാണ്. അപ്പം പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. സ്മൃതി മോള് ഞങ്ങളുടെ കൂടെ ഇല്ല, അവളിന്ന് വീട്ടിലാണ്. അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇത്തിരി വയ്യ. അപ്പം അതുകൊണ്ട് അവൾ വരുന്നില്ല. ഞാനും സേര ബേബിയും ഇച്ച ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നു. പിന്നെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് രണ്ടുപേരെയും കൂടെ കൂട്ടാനുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പം പോകുന്ന വഴിക്ക് അവരെ നമുക്ക് കാണാം. സേര ബേബി, നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? മാളുവണ്ടിനെ കണ്ടിട്ട് നമ്മൾ എവിടെയാ പോകുന്നത്? സേര ബേബിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം ഏതായാലും പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഏതായാലും എനിക്ക് ഒന്ന് മോർ ദാൻ 1 hour ഉണ്ട് ട്രാവല്. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചയും ഞാനും ഇവിടെ ഉണ്ട്. അവരുടെ ഫ്രണ്ട്സ് അവരെ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങളെവിടെ പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞങ്ങളപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ റൂട്ട് മാപ്പ് ഒന്ന് തെറ്റി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പോസ്റ്റായി. പിന്നെ അത് മാത്രമല്ല നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ ട്രാഫിക്കിൽ ഞങ്ങൾ കുറച്ച് നേരം സ്റ്റക്കായി കിടന്നു. നമുക്ക് 3 മിനിറ്റ് കൊണ്ട് എല്ലാം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെന്നത്. അതിൻ്റെയും കൂടെ ഒരു ഡിലേ നമ്മുടെ ട്രാവലിങ്ങിൽ ഇന്ന് പറ്റി. അങ്ങനെ നീണ്ട 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെത്തി. ഞങ്ങളിപ്പം എവിടെ ആയിരിക്കും വന്നേക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. എന്തിനാണ് വന്നേക്കുന്നതെന്ന് പറയാമേ. വഴിയിൽ ഇത്തിരി ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സ്റ്റക്കായി പോയായിരുന്നു. പോകുന്നതാണ് സിജോ ചേട്ടനും ശ്രുതിയും. നമ്മുടെ ഷ്യൂസ്ബറിയിൽ വന്നു കഴിഞ്ഞിട്ട് കിട്ടിയ ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും. അപ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും നമ്മുടെ പഴയ കാർ എന്തെന്ന്. പഴയ കാറിന് ചെറിയൊരു തുമ്മലും ചീറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ കാർ വിൽക്കേണ്ടി വന്നു. അപ്പം നിലവിൽ നമുക്ക് ഇപ്പോൾ കാറൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു കാറ് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇച്ചൊക്കെ വന്ന ഒരു കാറ് കണ്ടായിരുന്നു. ആ കാറും പിന്നെ വേറൊരു കാറും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കാൻ വേണ്ടി നമ്മൾ ബെർമിഹാമിൽ മോട്ടോർ പോയിൻ്റ് എന്ന് പറയുന്നൊരു കാറൊക്കെ വിൽക്കുന്ന ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് ബെർമിഹാം ഓൾഡ് ബറിയിലുള്ള മോട്ടോർ പോയിൻ്റ് എന്ന് പറയുന്ന കാർ ഷോറൂം. നമ്മളിവിടെ വന്നു, നമ്മൾ ഡിസൈഡ് ചെയ്ത 2 കാറ് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഏത് കാറാണ് നമ്മൾ വാങ്ങുന്നതെന്ന് അത് കഴിഞ്ഞ് നമ്മളോട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ നമ്മളോട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. കസ്റ്റമർ ലോഞ്ചിലിരിക്കാൻ പറഞ്ഞു. അപ്പം അവർ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. സേര ബേബി ഇങ്ങനെ ഓടിക്കളിക്കുന്നു. ഇവിടെ അത്യാവശ്യം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ചായ? ചായയാണോ കാപ്പിയാണോ? കാപ്പിയോ? ആദ്യം ഒരു കാപ്പി ഉണ്ടാക്കി, അത് ചീറ്റി പോയി വന്നപ്പോൾ ഇപ്പം ഇനി അടുത്ത കാപ്പി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. മിക്കാറും ഇവരെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമോ? അപ്പോൾ നമ്മുടെ പേപ്പർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇത്തിരി പോസ്റ്റാണ്. കുറേ നേരം അകത്തിരുന്ന് മടുത്തപ്പം പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ബെർമിഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ബെർമിഹാമിൽ കോസ്കോ ഉണ്ട്. ഞാൻ ഇതുവരെ കോസ്കോയിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നേക്കുന്ന ഒരു ചേട്ടായിക്ക് കോസ്കോയുടെ കാർഡുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്. ഇന്ന് നല്ല വെയിലാട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അതാണ് നമ്മുടെ കാറ്. ഇച്ചയും ചേട്ടായും കൂടെ കാറ് അകത്തിരുന്ന് കുറേ നേരം പഠിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ കാറിൻ്റെ അടുത്തോട്ട് പോയി. സേര ബേബി, കാർ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. സേര ബേബിയാണ് പറഞ്ഞത് വൈറ്റ് കാർ സേര ബേബിക്ക് വേണമെന്ന്. അപ്പോൾ സേര ബേബിയുടെ ഇഷ്ടം പോലെ തന്നെ നടന്നു. ഇവിടെ നല്ല സ്ലോ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് വിശക്കുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ വന്നേ. അപ്പം ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് സേര ബേബിയുടെ ഹോട്ടലിൽ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും നോക്കിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. തലവേദന. സുധിയെങ്കിൽ വണ്ടി ഓടിക്കുക.
10 കൊണ്ട് താഴെ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നെ ഇച്ച അങ്ങ് സുധിയങ്കിൾ വണ്ടി ഓടിക്കാൻ ഞാൻ കാണിക്കാം. ഇച്ച എന്നെ അങ്ങ് അപമാനിച്ച് കൊല്ലുവാണ്. എൻ്റെ യൂട്യൂബ് ചാനലിനെ ഇച്ച അങ്ങ് ഇൻസൾട്ട് ചെയ്യുവാണ് ഗൈസ്. ഞങ്ങൾ മെഗ്ഡിയിൽ വന്ന് ഫുഡ് എന്ന് വെച്ചാൽ ഓഫറിന് ഞങ്ങൾ റെഡിയും ചെയ്തതാണ്. ഇത് ഞങ്ങൾക്ക് ഈ 3 ഐറ്റം കൂടെ 199 കിട്ടി. അപ്പം അവർ 3 പേരും കൂടെ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സേറ ബേബിക്ക് വിശക്കുന്നതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടി ഇനി പോകുന്നു. പിന്നെ ഓൾറെഡി മെഗ്ഡിയിലെല്ലാം കാണിച്ചിട്ടുള്ളതാണ് ഞാൻ ഓർഡറിങ്ങിൻ്റെ ഒന്നും കാണിക്കാൻ. നല്ല തലവേദനയുണ്ട്. ഞാൻ സേറ ബേബി കഴിക്കാൻ കൊടുക്കട്ടെ. ഞങ്ങളങ്ങനെ മെഗ്ഡിയിലൊക്കെ പോയി ഫുഡ് കഴിച്ച് തിരിച്ച് പിന്നെയും മോട്ടോർ പോയിന്റിലെത്തി. അവർ പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇച്ചയും ചേട്ടായും കൂടെ അവിടെ അതിൻ്റെ ചെയ്യുന്നു. ഞാൻ സേറ ബേബിയും സുധിച്ചേട്ടനും. സുധിച്ചേട്ടാ ഒന്നിങ്ങോട്ട് നോക്കൂ. സുധിച്ചേട്ടാ ഇതാണ് ഞങ്ങളുടെ സുധിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ കാറ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് സത്യം പറഞ്ഞാൽ പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് എഗ്രിമെൻറ്റ് കൊണ്ടുവന്ന് അതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് ഇച്ച ഫൈനലൈസ് ചെയ്ത് അതിൽ സൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കാറിൻ്റെ കീ നമുക്ക് കിട്ടി. ഇച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. സുധിച്ചേട്ടൻ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുവാണ്. ഭയങ്കര വീഡിയോഗ്രാഫി ഒക്കെ ആയിരുന്നു. അപ്പം ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് നടന്നു. കുറച്ച് ഡിലേ വന്നായിരുന്നെങ്കിലും ഞങ്ങൾ കുറച്ച് പോസ്റ്റായി, എന്നാലും സാരമില്ല, നമുക്ക് വണ്ടി ഇന്നലെ തന്നെ കിട്ടി. അപ്പം ഇച്ച വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇനിയും തിരിച്ച് ഷൂസ്ബറിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാം. അപ്പം ഇച്ചയും സിജാച്ചേട്ടായും കൂടെ ആ കാറിന് വരും. കാരണം സേറ ബേബിയുടെ ചൈൽഡ് സീറ്റൊക്കെ സുധിയുടെ കാറിലാണ്. അപ്പം പിന്നെ ഞങ്ങൾ നമ്മുടെ ഫോൺ ഹോൾഡർ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്ന് എനിക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനും സേറ ബേബിയും സുധിയും കൂടെ അവരുടെ കാറിന് വരാം. ഇച്ചയും സിജാച്ചേട്ടായും കൂടെ നമ്മുടെ പുതിയ കാറിന്. അവര് നമ്മളെ പാസ് ചെയ്ത് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അവര് അതുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്നു. ഞാനും സുധിയും സേറ ബേബിയും കൂടെ പുറകിൽ അവരെ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. സമ്മർ ടൈമിലെ ഒരു പ്രത്യേകതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സൈക്കിൾ അവർ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്നത് ഇങ്ങനെ കാറിൻ്റെ വണ്ടിയുടെയൊക്കെ മണ്ടയിൽ വെച്ച്. അങ്ങനെ നമ്മൾ ഷൂസ്ബറി വരെ എത്തിയിരിക്കുന്നു. ഇച്ചയും സിജാച്ചേട്ടനും എന്റേതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് തോന്നുന്നു അവരുടെ വഴി തെറ്റിയെന്ന് തോന്നുന്നു. സേറ ബേബി നല്ല ഉറക്കമായി. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ പോരുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ട്രാഫിക്കും എല്ലാം ഉണ്ട്. അപ്പം ഇനിയും സിജാച്ചേട്ടൻ്റെ അവിടെ ചെന്ന് സിജാച്ചേട്ടനെ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് ഞാനും കൊച്ചും കൂടെ നമ്മുടെ പുതിയ കാറിൽ കയറും. സുധി അവിടുന്ന് സുധിയുടെ വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വളരെ വലിയൊരു ദിവസം തീർന്നു. അവിടെ വെയിറ്റ് ചെയ്ത് തന്നെ ഞങ്ങളുടെ ഒരു 2-3 അവർ വെറുതെ കളഞ്ഞു. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഇച്ച വന്ന് കഴിയുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ സിജോച്ചേട്ടായുടെ വീടിൻ്റെ അവിടെ വന്ന് ഇച്ച കൊച്ചിൻ്റെ ചൈൽഡ് സീറ്റൊക്കെ സുധിച്ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഫുള്ള് തീർന്നില്ല. ഇപ്പോൾ ഇവിടെ 5:30 സമയം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഞാൻ ഇച്ച ഓടിക്കുന്നു. അവിടുന്ന് ബെർമിഹാമിന് ഇച്ച ഓടിച്ചാൽ വന്നേ. ഇപ്പം ഞാൻ സേറ ബേബി ഇച്ചയുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇച്ചേ? ഇതിപ്പോൾ നമ്മളുടെ കയ്യിലോട്ട് കിട്ടിയതായതുള്ളതുകൊണ്ട് എല്ലാം പഠിച്ച് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. നല്ലതാണോ? സേറ ബേബിക്ക് ഇഷ്ടമായോ? സേറ ബേബി പറഞ്ഞ കളർ തന്നെ ഭാഗ്യത്തിന് കിട്ടി. അവള് എന്തിനാ അവൾക്ക് ഇപ്പൊ കളേഴ്സൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് കൊച്ചു കാറ് വൈറ്റ് കാറ് വേണമെന്ന് അവള് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കാറ് ഡാസിയ ഡസ്റ്റർ ആണ്. നമ്മൾ ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്മൃതി വന്നില്ല ഇന്ന്. ഇനി നാളെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്, സ്മൃതിക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പം ഇനിയും നമ്മൾ സെയിൻസ്ബറിയിലോട്ട് പോകാം. കാറിന് പെട്രോൾ അടിക്കണം. നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നതാണ്. ഇവിടുത്തെ പെട്രോൾ സിസ്റ്റം നമ്മൾ അറിയാമല്ലോ എല്ലാവർക്കും. കാരണം നമ്മൾ തന്നെ വണ്ടി നിർത്തി നമ്മൾ തന്നെ പെട്രോൾ അടിച്ച് നമ്മൾ പോയി കൗണ്ടറിൽ പോയി ക്യാഷ് അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ പെട്രോൾ അടിക്കുന്നിടത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഓരോ കൗണ്ടറിലും എഴുതിയിട്ടുണ്ട് പെട്രോൾ, ഡീസൽ, അങ്ങനെ. എനിക്കൊന്ന് പെട്രോളിന് ഇവിടെ അൺലിമിറ്റഡ് എന്നാണ് വെച്ചാൽ പറയുന്നത്. അപ്പോൾ ഇച്ച അവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
പുറത്തു പോയി കണ്ടെത്താനും എല്ലാം ചെയ്യണത് ഇവിടെ. അതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെയൊക്കെ പ്രത്യേകത. അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ സേറ ബേബി എന്തുകൊണ്ട് ഇങ്ങനെ മങ്ങത്തിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ പെട്രോൾ പമ്പും ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലായിടത്തും പേയറ്റ് പമ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നമ്മളുടെ ഈ ഇവിടെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് പോയി അവിടെ അകത്ത് കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ചെറിയൊരു ഷോപ്പും കാണും എല്ലാ പെട്രോൾ പമ്പിൻ്റെയും കൂടെ. പിന്നെ ആ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ കാർ വാഷാണ് ഇവിടുത്തെ. ഇവിടെ ഒരു 20-30 പൗണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ കാർ വാഷ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ അതിൻ്റെ അകത്തൊരു കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇതുവരെ എങ്ങനെ വാഷ് ചെയ്തിട്ട് നമുക്ക് കൈയുണ്ടല്ലോ, നമ്മൾ കാശ് മുടക്കാൻ ഇത്തിരി വിഷമുള്ള കൂട്ടത്തിലായിരുന്നു. നമ്മൾ തന്നെയാണ് കാറൊക്കെ വാഷ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ അങ്ങനെ കഴുകാറില്ല. ഇപ്പൊ വൈറ്റ് കാർ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇച്ചയോട് ആദ്യം അതാണ് പറഞ്ഞത്, കാറ് മര്യാദയ്ക്ക് കഴുകിക്കോണമെന്ന്. ഇച്ച ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് അതുകൊണ്ട് പമ്പിലല്ല കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് ഇച്ചയാണ്. ഇച്ച പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ നേരെ നമുക്കൊന്ന് സെയിൻസ്ബറി കയറണം. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അതിന് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകും. സേറ ബേബി ഇവിടെ ഓരോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സേറ ബേബി ഇനി കാറൊന്നും വാങ്ങുന്നില്ല. ഇനി ഈ കാറാ നമ്മുടെ കാറ്. അപ്പൊ ഞങ്ങള് സെയിൻസ്ബറി ഇപ്പൊ ഞങ്ങൾ ആദ്യം TK Maxxൽ പോവാണ്. TK Maxx ഇവിടെ സെയിൻസ്ബറിയുടെ അടുത്ത് ഇങ്ങനെ ഒത്തിരി ഷോപ്സുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ TK Maxxൽ പോയി കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെയിൻസ്ബറി പോയി. ഇന്ന് പാല് മാത്രമേ വാങ്ങാനുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആൽഡി പോയൊരു വലിയ പർച്ചേസിങ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ആൽഡിയിലൊന്നും പോയാൽ ഇനി പൈസ കളയാൻ വേല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കറുപ്പും ഒക്കെ ഇട്ട് ഇറങ്ങി. ചുമ്മാ ഒരു വെറൈറ്റിക്ക്. സേറ ബേബിക്ക് കറുത്ത ഉടുപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ചേരത്തില്ലായിരുന്നു. ഇല്ലാതെ അവളെ ഞങ്ങൾ കറുത്ത ഉടുപ്പ് പിടിപ്പിച്ചാണ്. വലുതായി പോയി. അവൾക്കുണ്ട് ഓൾറെഡി ഒരു കറുപ്പ്, പക്ഷെ അത് അവൾക്ക് വലുതായിരുന്നു. അത് ഞാൻ അവളോട് പറഞ്ഞു, സേറ ബേബിക്ക് വലിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ ഓർത്ത് പറയുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ പറ്റിക്കാറുണ്ട്. കൊച്ചു സത്യങ്ങളെല്ലാം ഇവളുടെ പ്രശ്നം ഇതാ. നമ്മളോട് ഇവളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളതെല്ലാം ഓർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. അപ്പം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളിപ്പോൾ സെയിൻസ്ബറിയിലും TK Maxxലൊക്കെ പോയി ചെറിയൊരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് സേറ ബേബിക്ക് ചെറിയൊരു കളിപ്പാട്ടമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ മറ്റേ ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെ അതെന്താ എനിക്ക് അതിൻ്റെ പേര് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് നമ്മുടെ കാറൊന്ന് കാണിക്കാൻ. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ പോകും. നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പരിപാടികളെല്ലാം ചെയ്തിട്ട് നാളെ രാവിലെ 7:30 ഡ്യൂട്ടി തുടങ്ങും. അപ്പം ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒത്തിരി താങ്ക് യു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് 156 സബ്സ്ക്രൈബേഴ്സായി. എനിക്കത് പറയുന്നതിൽ ഭയങ്കര പ്രൗഡുണ്ട്. എന്നെ എപ്പോഴും കളിയാക്കും, എന്നാലും സാരമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തരുന്ന സപ്പോർട്ടിന്, എനിക്കല്ല ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക് യു. അപ്പം ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനി മുന്നോട്ടും കാണണം. അപ്പോൾ ഇനിയും പുതിയ ഓരോരോ സർപ്രൈസുകളും ഓരോ സംഭവങ്ങളും ഞങ്ങൾ ഇനി അടുത്തടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ശരിക്കും പറയുന്നില്ലെങ്കിലും കൊച്ചത് പറഞ്ഞു. ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലിന്റെ പേരെന്താ? കുട്ടിക്കുടുംബം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. കുട്ടിക്കുടുംബം ആരാ? കുട്ടിക്കുടുംബം ആരാ കണ്ടല്ലോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ. ബൈ.